വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ ശാരദാമ്മയാണെങ്കിൽ ശ്യാമയുടെ കയ്യിൽ നിന്നും ആ കത്രിക വാങ്ങിച്ചങ്ങ് ദൂരേക്ക് എറിയുകയാണ്. എന്നിട്ട് എന്താ നീ കാണിക്കുന്നതെന്നും പറഞ്ഞ് ദേഷ്യപ്പെടുന്നെങ്കിലും പിന്നീട് അങ്ങ് ശ്യാമയെ പിടിച്ചങ്ങ് ആശ്വസിപ്പിക്കുകയാണ്. അന്നേരം ഇനി ഞാൻ എന്ത് ചെയ്യും എന്നും പറഞ്ഞ് ശ്യാമ അങ്ങ് കരയുകയാണ്. ഞാൻ എങ്ങനെ സത്യാമ്മയുടെ വീട്ടിലേക്ക് കയറി ചെല്ലും? എന്നെ എല്ലാവരും പുച്ഛിക്കില്ലേ? അവഗണനയോടുകൂടി നോക്കില്ലേ? ഒരു കുഞ്ഞ് അല്ലേ സത്യാമ്മയ്ക്ക് ഏറ്റവും വലിയ ആഗ്രഹം, അത് കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കില്ലല്ലോ എന്നും പറഞ്ഞ് ശാലിനിയെയും ശാരദാമ്മയും പിടിച്ചങ്ങ് കെട്ടിപ്പിടിച്ചങ്ങ് ശ്യാമ കരയുന്നുണ്ട്. അന്നേരം ആശ്വസിപ്പിക്കാൻ എന്നോണം ശാലിനിയും ശാരദാമ്മയും എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് ശ്യാമ തയ്യാറാകുന്നില്ല. ഡോക്ടറും അങ്ങ് ആകെ സങ്കടത്തിൽ നിൽക്കുകയാണ്. അന്നേരം ശാലിനി കുറേ നേരം ആലോചിച്ച ശേഷം ശാലിനി അങ്ങ് ശ്യാമയോട് പറയുകയാണ്, നിന്നെ ആരും അവഗണനയോടുകൂടിയോ പുച്ഛത്തോടു കൂടിയോ ഒന്നും നോക്കില്ല. ഒരു മഹാറാണിയെ പോലെ തന്നെ നീ സത്യാമ്മയുടെ വീട്ടിൽ വാഴും. ആരും നിന്നെ ഒന്നും ചെയ്യില്ല. നീ സർവ്വ സുഖത്തോടു കൂടി ജീവിക്കും എന്നൊക്കെ പറയുമ്പോൾ എല്ലാം അറിഞ്ഞ ശേഷവും കുഞ്ഞേച്ചി സഹതാപവും അനുകമ്പയും ഒന്നും എനിക്ക് വേണ്ട എന്നിങ്ങനെ പറയുമ്പോൾ എൻ്റെ കുഞ്ഞ് പോയില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇല്ല ശ്യാമേ, നീ ഞാൻ പറയുന്നത് കേൾക്കുക എന്ന് പറഞ്ഞ് ശ്യാമയുടെ മുഖം ഇങ്ങനെ നേരെ ശാലിനിയുടെ നേർക്കെ പിടിക്കുകയാണ്. എന്നിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്ക്, നിൻ്റെ കുഞ്ഞ് അബോർഷൻ ആയിട്ടില്ല, 9 മാസവും 9 ദിവസവും കഴിയുമ്പോൾ നിൻ്റെ കയ്യിലൊരു കുഞ്ഞുണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ ശാരദാമ്മയും ഡോക്ടറും ഒക്കെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അന്നേരം ഡോക്ടർ പറയുന്നുണ്ട്, മെഡിക്കലി അത് ഇമ്പോസിബിൾ ആണ്, ഒരു ഗർഭം ധരിച്ച് ശ്യാമയ്ക്ക് കുഞ്ഞിനെ പ്രസവിക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ശ്യാമയല്ല പ്രസവിക്കുന്നത് എന്ന് പറയുമ്പോൾ പിന്നെ ആര് എന്നിങ്ങനെ ശ്യാമ ചോദിക്കുകയാണ്. അന്നേരം ഞാനാണ് പ്രസവിക്കുന്നതെന്ന് പറയുമ്പോൾ ശാരദാമ്മ അങ്ങ് വായും പൊളിച്ചിരിക്കുകയാണ്. എടി അതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത്? ഇനിയിപ്പോൾ നീ ഗർഭം ധരിച്ച് ഇനിയിപ്പോൾ കുഞ്ഞിനെയൊക്കെ ഇവൾക്ക് എങ്ങനെ കൊടുക്കാനാണ്? അതിനൊക്കെ ഒരു നേരവും കാലവും ഒക്കെ വേണ്ടേ എന്ന് പറയുമ്പോൾ ഡോക്ടർ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അന്നേരം ഡോക്ടർക്ക് മനസ്സിലാവുന്നുണ്ട് ശാലിനി ആരോടും പറഞ്ഞിട്ടില്ല എന്നുള്ളത്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, ഞാൻ ഗർഭിണിയാണ്, എൻ്റെ വയറ്റിൽ ഇപ്പോൾ ഒരു കുഞ്ഞുണ്ട്. ഇന്നാണ് ഞാൻ ആ സന്തോഷ വാർത്ത അറിഞ്ഞത്. അത് അറിയിക്കാനായിട്ട് വിഷ്ണുട്ടനോടും നിങ്ങളോടും എല്ലാവരോടും അറിയിക്കാനായിട്ട് ഓടിപ്പാഞ്ഞ് വരുമ്പോഴാണ് ശ്യാമയെ വയറുവേദനയായിട്ട് ഇങ്ങനെ വെളിയിലേക്ക് കൊണ്ടുവരുന്ന കണ്ടതെന്ന് പറയുമ്പോൾ ഡോക്ടർ എന്നിങ്ങനെ പറഞ്ഞ് ശാരദാമ്മ ഡോക്ടർ നോക്കുകയാണ്. അന്നേരം അത് ശരിയാണ്, ശാലിനി പ്രഗ്നൻ്റ് ആണ്. ഇന്നലെ തലചുറ്റലായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോഴേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഇന്ന് കൺഫേം ആക്കിയിട്ട് റിസൾട്ട് വന്ന് കൺഫേം ആക്കിയിട്ട് പറയാമെന്നാണ് വിചാരിച്ചതെന്ന് പറയുമ്പോൾ ശാരദാമ്മയ്ക്ക് സന്തോഷവും വരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എങ്ങനെ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. പക്ഷേ ഇതൊക്കെ എങ്ങനെ സാധിക്കും എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഡോക്ടറും ചോദിക്കുന്നുണ്ട്, എങ്ങനെ സാധിക്കും അങ്ങനെ അതൊക്കെയെന്ന്. അന്നേരം അതൊന്നും എനിക്കറിയില്ല, അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും സാധിക്കും, ഡോക്ടർ എൻ്റെ കൂടെ ഉണ്ടാകണം, പിന്നെ മറുത്തൊന്നും പറയരുത് എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈകൂപ്പി ഡോക്ടറുടെ മുന്നിൽ ശാലിനി നിൽക്കുകയാണ്. തുടർന്നും ശ്യാമയോടും പറയുന്നുണ്ട്, നമ്മൾ 4 പേരല്ലാതെ വേറെ ആരും ഇക്കാര്യം, തല പോയാലും ഇക്കാര്യം വേറെ ആരും അറിയരുത്, നിൻ്റെ രോഹിത്ത് പോലും അറിയരുതെന്ന് പറയുമ്പോഴും അതൊക്കെ എങ്ങനെ സാധിക്കും കുഞ്ഞേച്ചി? ഗർഭമില്ലാതെ ഗർഭിണിയായിട്ട് അഭിനയിക്കാനൊന്നും എനിക്ക് വയ്യ, പിന്നീട് ഇതൊക്കെ എല്ലാവരും അറിഞ്ഞ് പുലിവാലാകും എന്നൊക്കെ പറയുമ്പോൾ ഇല്ല, നീ അഭിനയിക്കുക ഒന്നും വേണ്ട. ഇപ്പോൾ 1-2 ദിവസവും മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് സത്യാമ്മ നിന്നെ പ്രസവത്തിനായിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടാക്കിയില്ലേ, അവിടെ നിന്നെ ആര് കാണാനാണ്? നീ ആരുടെയും മുന്നിലോട്ട് പോകുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ പിന്നീട് അറിയും, എല്ലാവരും അറിയും, വലിയ പുലിവാലാകും, നമുക്ക് സത്യാമ്മയോട് ഇപ്പം തന്നെ പറയാം എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട്. നിന്നെ ശാരദാമ്മ ചോദിക്കുന്നുണ്ട്, എങ്ങനെ അടിമോളെ ഇതൊക്കെ നടക്കുന്നതും ആരും അറിയാലേ, വിഷ്ണുവിൻ്റെ കുഞ്ഞ് നിൻ്റെ കുഞ്ഞ് എന്നൊക്കെ അങ്ങ് പറയുമ്പോഴും ശാലിനി ഒന്നും സമ്മതിക്കുന്നില്ല. തുടർന്ന് ശ്യാമ പറയുകയാണ്, നമുക്കിപ്പോൾ തന്നെ സത്യാമ്മയോട് പറയാം, ഇതൊക്കെ ഗർഭം പോയി എന്നുള്ളത് പറയാമെന്നൊക്കെ പറയുമ്പോൾ ശാലിനി ശ്യാമയെ പിടിച്ചു നിർത്തുകയാണ്. നീ എന്ത് അറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? നിനക്ക് അബോർഷനായി എന്ന് സത്യാമ്മയ്ക്കൊരു സംശയം തോന്നി. അത് സംശയം തോന്നിയപ്പോൾ അപ്പോൾ സത്യാമ്മ കുഴഞ്ഞു വീണതാണ്. അപ്പോൾ ഡോക്ടർ എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ എന്നും പറഞ്ഞ് അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിന് മുന്നേ ശ്യാമ ഇങ്ങനെ ഇന്ന് കരയുമ്പോൾ ശാലിനി ആലോചിക്കുന്നുണ്ട്, സത്യാമ്മ വീട്ടിൽ വെച്ച് ഹാർട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ട് അപ്പോൾ നെഞ്ചുവേദന വന്നതും ഇവിടെ ഹോസ്പിറ്റലിൽ വെച്ച് നെഞ്ചുവേദന വന്നതും ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച ശേഷമാണ് ശ്യാമയോട് അങ്ങനെ ഒരു തീരുമാനം ശാലിനി പറയുന്നത്. പക്ഷേ ഇതൊക്കെ എങ്ങനെ സാധിക്കും എന്നുള്ളതൊക്കെ കണ്ടറിയുക തന്നെ വേണം. തുടർന്ന് സത്യാമ്മയുടെ അവസ്ഥയെപ്പറ്റി ശ്യാമയോട് പറയുന്നുണ്ട്. അന്നേരം അങ്ങനെയുള്ള സത്യാമ്മ ബോധം ഇതുവരെ ഉണർന്നിട്ടില്ല, ബോധം ഉണർന്ന് വരുമ്പോൾ മുന്നിൽ ചെന്ന് പറയട്ടെ, നിൻ്റെ കുഞ്ഞ് അബോർഷനായി എന്ന് പറയട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്യാമ അങ്ങ് പൊട്ടി കരയുകയാണ്. എനിക്കൊന്നും അറിയില്ല കുഞ്ഞേച്ചി എന്നും പറഞ്ഞ് ശാലിനിയെ കെട്ടിപ്പിടിച്ച് ശ്യാമ വീണ്ടും കരയുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് ശാരദാമ്മയും ഡോക്ടറും.
അപ്പോൾ അമ്മേ, ഞാൻ പറഞ്ഞതുപോലെ മറ്റാരും ഈ കാര്യം അറിയരുത്, ഇനി സത്യാമ്മയുടെ ജീവൻ വെച്ച് കളിക്കാനായിട്ട് എനിക്ക് വയ്യ എന്നിങ്ങനെ പറയുമ്പോൾ, മോളെ അപ്പോൾ നിൻ്റെ ജീവിതമോ എനിക്കൊന്നും അറിയില്ല, നീ എന്തൊക്കെയായി പറയുന്നതെന്ന്, സത്യാമ്മയുടെ വീട്ടിലേക്ക് നിനക്ക് തിരിച്ചു പോകണ്ടേ, അതിനുള്ള അവസാന വഴിയല്ലേ നിൻ്റെ വയറ്റിലെ കുഞ്ഞ്, അതൊക്കെ ഈ കാര്യം സീമന്ത സമയത്ത് നീ ഗർഭിണിയായിരുന്നു എന്ന് സത്യാമ്മ അറിയുമ്പോൾ സത്യാമ്മ നിന്നോട് എല്ലാം ക്ഷമിക്കും എന്നിങ്ങനെ പറയുമ്പോൾ, അപ്പോൾ സത്യാമ്മ ജീവനോടെ ഉണ്ടായിട്ട് വേണ്ടേ, ഇവരുടെ കാര്യം അറിയുമ്പോൾ തന്നെ സത്യാമ്മ എന്നും പറഞ്ഞങ്ങ് ശാലിനി കരയുകയാണ്. അന്നേരം മറുത്തൊന്നും പറയാനായിട്ട് ശാരദാമ്മയ്ക്ക് കഴിയുന്നില്ല. തുടർന്ന് പറയുന്നുണ്ട്, ശാലിനിക്ക് ഇന്നലെ ഉണ്ടായിരുന്നതെല്ലാം നാളെയും ഉണ്ടാകും, ഇന്നുണ്ടായൊരു പ്രതീക്ഷയാണ് എൻ്റെ വയറ്റിലേക്ക് കുഞ്ഞ്, അതെൻ്റെ കൂടപ്പിറപ്പിന് കൊടുക്കാനായിട്ട് അമ്മ സമ്മതിക്കണം, മറുത്തൊന്നും പറയരുത് പ്ലീസ് എന്നും പറഞ്ഞങ്ങ് ശാലിനി അങ്ങ് ശ്യാമയും ചേർത്ത് പിടിച്ചങ്ങ് കരയുകയാണ്. അന്നേരം ശാരദാമ്മ മോളെയെന്നും പറഞ്ഞ് ശാലിനി അങ്ങ് ചേർത്ത് പിടിക്കുന്നുണ്ട്. അങ്ങ് 3 പേരും അങ്ങ് കരയുകയാണ്. ഇതേസമയം സത്യഭാമയുടെ ബെഡിന് ചുറ്റും നിൽക്കുകയാണ് വിഷ്ണുവും രോഹിത്തും പ്രീതിയും ഒക്കെ. സത്യഭാമയ്ക്ക് ബോധം തെളിഞ്ഞിട്ടില്ല. അന്നേരം അമ്മ ശ്യാമയെക്കുറിച്ച് ചോദിച്ചാൽ എന്ത് പറയും എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുമ്പോൾ രോഹിത്ത് പറയുകയാണ്, അത് എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് സമാധാനിപ്പിക്കാമെന്ന്. അന്നേരം സിസ്റ്റർ ഒന്ന് പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ ഇവിടെ കൂടി നിൽക്കണമെന്നില്ല, പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. തുടർന്ന് അവരങ്ങ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതേസമയം സത്യഭാമയ്ക്ക് ബോധം വീഴുകയാണ്. കണ്ണു തുറക്കുന്ന സത്യഭാമയെ ചുറ്റും നോക്കുമ്പോൾ എഴുന്നേൽക്കുകയാണ്. അന്നേരം സിസ്റ്റർ വേണ്ടാന്ന് പറയുമ്പോൾ, ശ്യാമ എവിടെ, എനിക്ക് ശ്യാമയെ കാണണം എന്ന് പറഞ്ഞിട്ട് സത്യഭാമ പുറത്തേക്ക് ഇറങ്ങുകയാണ്. സത്യഭാമ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ സുസ്മിതയും ഉണ്ട് കുറച്ചപ്പുറത്തായിട്ട്. അന്നേരം അമ്മ എന്നും പറഞ്ഞ് വിഷ്ണുവും പ്രീതിയും കൂടി ഓടി ചെല്ലുകയാണ്. അന്നേരം ശ്യാമ എവിടെ, ശ്യാമ എന്ന് ചോദിക്കുമ്പോൾ ശ്യാമയ്ക്ക് ഒരു കുഴപ്പവുമില്ല എന്നിങ്ങനെ വിഷ്ണു അങ്ങ് പറഞ്ഞൊപ്പിക്കുകയാണ്. അന്നേരം രോഹിത്തും തലവുക്ക് സമ്മതിക്കുകയാണ്. തുടർന്ന് ശ്യാമയുടെ അടുത്തേക്ക് നമുക്ക് പോകാമെന്നും പറഞ്ഞ് സത്യഭാമ പെട്ടെന്ന് നടക്കുകയാണ്. അന്നേരം പതുക്കെ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവും രോഹിത്തും പ്രീതിയും കൂടി പുറകെ ചെല്ലുന്നുണ്ട്. ഇതേസമയം ആ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ശ്യാമയും കൊണ്ട് ശാരദാമ്മയും ശാലിനിയും കൂടി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. അന്നേരം എൻ്റെ പൊന്നു മോളെ എന്നെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ എന്നും പറഞ്ഞ് ശ്യാമയെ ചെന്ന് ചേർത്ത് പിടിക്കുകയാണ് പിന്നെ സത്യഭാമ. എന്നിട്ട് ശ്യാമയുടെ വയറ്റിലേക്ക് ഒന്ന് തൊട്ടിട്ട് എന്താ പറ്റിയ, കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അത് സത്യാമ്മയെന്നും പറഞ്ഞ് ഇങ്ങനെ ശ്യാമ നിൽക്കുകയാണ്. ശാരദാമ്മയും തലവഞ്ചിക്കുന്നുണ്ട്, ശാലിനി അതേ അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇതേസമയം ഡോക്ടർ അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. എന്താ സത്യാമ്മയെ ബോധം കെട്ട്, BP കുറഞ്ഞ് ബോധം കെട്ട് വീണു എന്നൊക്കെ കേട്ടല്ലോ, ഇതാണോ ഒരുക്ക് സത്യഭാമ എന്നൊക്കെ ചോദിക്കുമ്പോൾ സത്യഭാമ അങ്ങ് വല്ലാതെ നിൽക്കുകയാണ്. അന്നേരം അല്ല, ഞാൻ ശ്യാമയ്ക്ക് അബോർഷനായി എന്ന് വിചാരിച്ച് എന്നിങ്ങനെ സത്യഭാമ പറയുമ്പോൾ, അബോർഷനായോ ശ്യാമയ്ക്കോ, ശ്യാമയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല, ശ്യാമയുടെ വയറ്റിലെ കുഞ്ഞ് സേഫാണ്, നല്ല ആരോഗ്യമുണ്ട്, വയറിന് പിടിക്കാത്ത എന്തോ കഴിച്ചു, അത് ചെറിയൊരു ഇഞ്ചക്ഷൻ കൊണ്ട് മാറിയെന്ന് പറയുമ്പോൾ അപ്പോൾ ഒരു കുഴപ്പവും ഇല്ലല്ലേ, ഡോക്ടർ പറയുന്നത് ഉള്ളതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ സത്യാമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വിശ്വാസമാണ്, ഈ ഇടയ്ക്ക് എന്തെല്ലാം വഴിപാടുകൾ നേർന്നതാണ്, എല്ലാം നടത്തണം എന്നിങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ പ്രീതിയും വിഷ്ണുവും രോഹിത്തിനും ഒക്കെ സന്തോഷമാവുകയാണ്. പക്ഷെ ശ്യാമയാണെങ്കിൽ ഇങ്ങനെ തലവഞ്ചി നിൽക്കുന്നുണ്ട്, രോഹിത്തിൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ ശ്യാമ ഇറുക്കി പിടിക്കുകയാണ്. അതേസമയം അപ്പുറത്ത് നിന്ന് കേൾക്കുന്ന സുസ്മിതയാണെങ്കിൽ അപ്പോൾ അബോർഷൻ ആയില്ലേ, സത്യഭാമയും ചത്തില്ല, പിന്നെ ശ്യാമയ്ക്ക് അബോർഷനും സംഭവിച്ചില്ല, ഇതെന്ത് കഥ എന്നും പറഞ്ഞ് സുസ്മിത ഓടി ഡോക്ടറെ അടുത്തേക്ക് വന്നിട്ട് അല്ല അപ്പോൾ ഇവിടെ ആർക്കോ അബോർഷൻ ആയെന്ന് കേട്ടല്ലോ എന്ന് ഇങ്ങനെ ഡോക്ടറോട് ചോദിക്കുകയാണ്. അന്നേരം ഈ ഹോസ്പിറ്റലിൽ ശ്യാമ മാത്രമല്ല പേഷ്യൻ്റ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ അല്ല അത് ഡോക്ടർ എന്നും പറഞ്ഞ് സുസ്മിത തപ്പി തടയുകയാണ്. അന്നേരം കുട്ടിക്ക് എന്താ വേണ്ടത്, അബോർഷനാണോ, സൗകര്യമുള്ള ഒരു ദിവസം ഭർത്താവിനെയും കൂട്ടി വന്നോളൂ, രണ്ടുപേരുടെയും സമ്മതപത്രവും തിരിച്ചറിയ രേഖകൾ മാത്രം മതി എന്ന് പറഞ്ഞിങ്ങനെ ഡോക്ടർ അങ്ങ് കളിയാക്കുമ്പോൾ പ്രീതിക്കും രോഹിത്തിനും ഒക്കെ ഇങ്ങ് ചിരി വരികയാണ്. പക്ഷേ ബാക്കി ആരും ഇവിടെ സന്തോഷിക്കുന്നില്ല. തുടർന്ന് സുസ്മിത അങ്ങ് മാറിപ്പോകുന്നുണ്ട്. അന്നേരം ദയനീയമായിട്ട് അത്രയും സമയം ഡോക്ടർ കള്ളമൊക്കെ പറഞ്ഞ ശേഷം ശാലിനി ഇങ്ങനെ നോക്കുന്നുണ്ട്. അന്നേരം ശാലിനി ഇങ്ങനെ ദയനീയമായിട്ട് ഡോക്ടർ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ ഇതെല്ലാം കേട്ടിട്ട് വിഷ്ണുവിന് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസമായില്ല ഡോക്ടർ പറഞ്ഞത്. വിഷ്ണു ആണെങ്കിൽ ആരും കാണാതെ ശാലിനിയെ നോക്കി ആണോ എന്നിങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ശാലിനി ഒന്ന് ചിരി വരുത്തി അതെ എന്ന് പറയുകയാണ്. അന്നേരമാണ് വിഷ്ണുവിന് അത് വിശ്വസിക്കുന്നത്. വിഷ്ണു ഓ ഈശ്വരാന്നും പറഞ്ഞ് ഇങ്ങനെ നെഞ്ചിതിങ്ങനെ കൈവച്ച് വിഷ്ണു അങ്ങ് ശ്വാസം വിടുകയാണ്. അന്നേരം ശാലിനി ചിരി വരുത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ശാലിനിയുടെ ഉള്ളിൽ ഒരു കനൽ പോലെ അങ്ങ് എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള സംഭവങ്ങൾ എന്താകും എന്നുള്ളതൊക്കെ ഓർത്തിട്ട്. തുടർന്ന് ശ്യാമയുടെ ആ സന്തോഷമില്ലാത്ത മുഖം കണ്ടിട്ട് മോളെന്താ ഇങ്ങനെ നിൽക്കുന്നത്, മുഖം എന്താ ഇങ്ങനെ വിഷമിച്ച് എന്നിങ്ങനെ സത്യഭാമ ചോദിക്കുമ്പോൾ ഡോക്ടർ നോക്കിയാണ് ശ്യാമ ഇങ്ങനെ. അന്നേരം ഡോക്ടർ പറയുന്നുണ്ട് ഒന്നുമില്ല, വല്ലാതെ അങ്ങ് പേടിച്ചു, പിന്നെ കുറച്ച് മെഡിസിൻ ഉണ്ട്, അത് വാങ്ങിച്ചിട്ടേ പോകാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോവുകയാണ്. തുടർന്നാണ് സത്യഭാമ ശാലിനി ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുകയാണ്. ഞാനങ്ങ് പേടിച്ചു,
ചില ദുശകുനങ്ങളെ കണ്ടാലേ അന്നത്തെ ദിവസം പോക്കാണെന്ന് പറഞ്ഞിട്ട് മോള് വാന്നും പറഞ്ഞ് ശ്യാമയെ വിളിക്കുകയാണ്. അന്നേരം ശ്യാമയുടെ കയ്യിൽ പിടിച്ച് അങ്ങോട്ട് സത്യഭാമയുടെ അടുത്തേക്കിലേക്ക് ആക്കുകയാണ്. അന്നേരം അമ്മയെന്നും പറഞ്ഞിങ്ങനെ ശ്യാമ ശാരദാമ്മയെ നോക്കും. മോള് ചെല്ലെന്ന് ശാരദാമ്മ പറയുന്നുണ്ട്. തുടർന്ന് ഇനി അധിക സമയം ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് ശാലിനിയെ നോക്കിയാണ്. അന്നേരം ശാലിനിയാണെങ്കിൽ തല ഉനിച്ച് ആകെ വിഷമത്തിലങ്ങ് നിൽക്കുകയാണ്. വിഷ്ണുവിനും അത് വിഷമാകുന്നുണ്ട്. സത്യഭാമ അങ്ങനെ പറയുന്നില്ല. പ്രീതിക്കും രോഹിത്തിനും ഒക്കെ വിഷമാവുകയാണ്. തുടർന്ന് വിഷ്ണുവിനോട് പറയുന്നുണ്ട്, നീ മരുന്ന് വാങ്ങി വന്നാൽ മതി, ഞങ്ങൾ പുറത്ത് കാണും, പ്രീതി വാ എന്ന് പറഞ്ഞ് പ്രീതിയെയും വിളിക്കുന്നുണ്ട്. രോഹിത്തും പിന്നെ സത്യഭാമയുടെ കൂടെ പോവുകയാണ്. പോകുന്ന ശ്യാമയാണെങ്കിൽ തിരിഞ്ഞ് ശാലിനിയെയും ശാരദാമ്മയെയും നോക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണു അങ്ങ് ആശ്വാസം കൊള്ളുകയാണ്. ഞാനങ്ങ് പേടിച്ചു, ഇപ്പോഴാണ് ആശ്വാസമായത് എന്ന് പറയുമ്പോൾ ശാലിനി മുഖത്ത് ചിരി വരുത്തി ഇങ്ങനെ തല ഉലുക്കുകയാണ്. പിന്നെ അമ്മ പറഞ്ഞതെന്ന് ഇയാൾ കാര്യമാക്കണ്ട, അമ്മ വിഷമം കൊണ്ട് പറഞ്ഞതാണ്, എന്താ ഇപ്പോൾ സന്തോഷമായില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വിഷ്ണു ആണെങ്കിൽ ശാലിനിയുടെ തോളിൽ ഇങ്ങനെ വെച്ച് തട്ടുകയാണ്. അന്നേരം ശാരദാമ്മ അതങ്ങ് ശ്രദ്ധിക്കുകയാണ്. ഇനി എന്താകും, വിഷ്ണുവിൻ്റെ കുഞ്ഞാണ് ശാലിനിയുടെ ഉള്ളത്, പക്ഷേ വിഷ്ണു അത് അറിയുന്നില്ല എന്നൊക്കെ ഓർക്കുമ്പോൾ ശാരദാമ്മയ്ക്ക് അങ്ങ് ആകെ വിഷമാകുന്നുണ്ട്. സങ്കടം കടിച്ചമർത്താനായിട്ട് ശാരദാമ്മ ഒരുപാട് പാടുപെടുകയാണ്. ശാലിനിയും അതേപോലെ നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണു എന്നിങ്ങനെ സത്യഭാമ അങ്ങ് എത്തിയിട്ട് വിളിക്കുന്നുണ്ട്. അന്നേരം അത് വരുന്നു എന്ന് പറഞ്ഞിട്ട് പോട്ടെ കാണാമെന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങ് പോവുകയാണ്. തുടർന്ന് അമ്മയെന്നും പറഞ്ഞ് ഇങ്ങനെ ശാലിനി ശാരദാമ്മ അടുത്തേക്ക് ചെല്ലുമ്പോൾ മോളെന്നും പറഞ്ഞ് ശാരദാമ്മ വിളിക്കുകയാണ്. അന്നേരം ശാരദാമ്മയെ കെട്ടിപ്പിടിച്ച് ശാലിനി അങ്ങ് കരയുകയാണ്. അന്നേരം ഇതൊക്കെ സുസ്മിത നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ശ്യാമയ്ക്ക് അബോർഷൻ ആയില്ലെങ്കിൽ പിന്നെ ശാരദാമ്മയുടെ മുഖത്ത് എന്താ ഒരു തെളിച്ചമില്ലാത്ത ഒരു കെട്ടിപ്പിടുത്തവും കരച്ചിലുമൊക്കെ എന്തോ ഒരു കള്ളക്കളി ഉണ്ട് എന്ന് പറഞ്ഞ് സുസ്മിത അവിടെ തന്നെ നിൽക്കുകയാണ്. തുടർന്ന് പോകാമെന്നും പറഞ്ഞ് ശാരദാമ്മ ശാലിനിയെ കൂടെ പിടിച്ച് അങ്ങോട്ട് നടക്കുകയാണ്. അന്നേരം മുന്നോട്ട് നോക്കുമ്പോൾ സുസ്മിതയെ ശാലിനി ഇങ്ങനെ കാണുന്നുണ്ട്. സുസ്മിത ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അത് കണ്ട് ശാലിനി ഇങ്ങനെ നിൽക്കുകയാണ്. ഇത്രയും എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി എന്താകും എന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു.